ATCയുടെ ജോലി വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം. സോ ഇവിടെ മില്യൺസ് ഓഫ് ആൾക്കാരാണ് അല്ലേ ദിവസവും ഫ്ലൈറ്റ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അവരുടെയൊക്കെ അപ്പോൾ ഇതാണ് ഈ ജോബിൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി നമ്മുടെ സാലറി എത്രയായിരിക്കും കിട്ടുന്നത്. ഹലോ ഗൈസ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ എക്സൈറ്റിങ്ങും വളരെ ഹൈ പേയിങ്ങും വളരെ അട്രാക്റ്റീവും അഡ്വഞ്ചറസും ഒക്കെ ആയിട്ടുള്ളൊരു അടിപൊളി ജോലിയെ പറ്റിയിട്ടാണ്. ഒരുപക്ഷെ നമ്മുടെ ചാനലിലൂടെ ഇതിനു മുൻപും നിങ്ങൾ ഈ ജോലിയെ പറ്റി കേട്ടിട്ടുണ്ടാകും. എന്നാൽ ആദ്യമായിട്ട് ഇതിനെപ്പറ്റി കേൾക്കുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഇതിനു മുൻപ് കേട്ടിട്ടേ ഇല്ലാത്തവർക്ക് വേണ്ടി എന്താണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന ഈ ഒരു സൂപ്പർ ജോലി, എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ, ഇതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പെർക്സ് ആൻഡ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, എങ്ങനെ ഈ ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പം നമ്മളിവിടെ പറയാൻ പോകുന്നത് ആകാശം നിങ്ങളുടെ കൈയുടെ ഉള്ളിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു ജോലിയെ പറ്റിയിട്ടാണ്. സോ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ATC എന്ന ജോലിനെ പറ്റിയിട്ടാണ്. സോ എന്താണ് ATC? എയർ ട്രാഫിക് കൺട്രോൾ ആണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക അല്ലേ? സോ എങ്ങനെയാണ് ഈ ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനായിട്ട് പറ്റുക, ഈ ജോലിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്താണ് ഈ ജോലിക്ക് ഇത്രയും ഹൈപ്പ് വരാനുള്ള കാരണം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. സോ ഇവിടെ ആദ്യം തന്നെ ATC എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? എയർ ട്രാഫിക് കൺട്രോളർ അല്ലേ? സോ പേരിൽ തന്നെ ഒരു ട്രാഫിക് കൺട്രോളർ ഉണ്ട്. സോ എങ്ങനെയാണോ നമ്മുടെ ഒരു സാധാരണ ട്രാഫിക് പോലീസ് നമ്മുടെ റോഡിലൂടെ പോകുന്ന ഒരു ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നത്, ഏകദേശം അതേപോലെ തന്നെ ഒരു ജോലി തന്നെയാണ് ഇവിടെ ATCയുടെയും. പക്ഷേ ATC കൺട്രോൾ ചെയ്യുന്നത് റോഡിലെ ട്രാഫിക്കിനെയല്ല, എയറിലൂടെ പോകുന്ന എയർപ്ലെയിൻസിൻ്റെ എയർ ട്രാഫിക്കിനെയാണ് ATC കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് അത്ര എളുപ്പമാണോ? നിങ്ങളിവിടെ ആലോചിക്കുക, ആകാശം വളരെ വിശാലമാണ് അല്ലേ? സോ പ്ലെയിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുമ്മാ അങ്ങ് പോയാൽ ഇപ്പോൾ എന്താ പ്രശ്നം എന്നൊക്കെ നിങ്ങൾക്കൊരു ഡൗട്ട് ചിലപ്പോൾ തോന്നുന്നുണ്ടാകും. എന്നാൽ ഇവിടെ നമ്മുടെ ഒരു നോർമൽ എയർപ്ലെയിൻ സഞ്ചരിക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത് നമ്മുടെ റോഡിലൂടെ പോകുന്ന ഒരു വാഹനത്തിൻ്റെ സ്പീഡിലല്ല. സോ ഇവിടെ രണ്ട് എയർപ്ലെയിൻസ് നേർക്ക് നേരെ വരുന്ന സമയത്ത് അവിടെ എന്താ പറ്റുക? ഇവിടെ ജസ്റ്റ് ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറം ദൂരമായിരിക്കും ആ ഒരു എയർപ്ലെയിൻ മൂവ് ചെയ്യുന്നുണ്ടാവും. അത്ര ഫോഴ്സിലാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ചെറിയ എറർ പോലും ഇല്ലാതെ വളരെ സ്മൂത്തായി എയറിലൂടെയുള്ള എയർപ്ലെയിൻസിൻ്റെ ട്രാൻസ്മിഷന് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ജോലിയാണ് നമ്മളിവിടെ എയർ ട്രാഫിക് കൺട്രോളറുടേത് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ എയർ ട്രാഫിക് കൺട്രോൾ എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, എയർ സിസ്റ്റംസ് ഉള്ള അല്ലെങ്കിൽ എയർപ്ലെയിൻസ് ഉള്ള എല്ലാ രാജ്യങ്ങളിലും എയർ ട്രാഫിക് കൺട്രോളേഴ്സും ഉണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് അത് വരുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ AAI എന്ന ഓർഗനൈസേഷൻ്റെ കീഴിലാണ്. സോ നമ്മളിവിടെ ചെയ്യുന്നത്, നിങ്ങൾ എയർപോർട്ട്സിലൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഒരു ടവർ കാണാൻ സാധിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ടവറിലിരുന്ന് ഇൻകമ്മിങ് ആയിട്ടുള്ള എയർപ്ലെയിൻസിനെയും ഔട്ട് ഗോയിങ് ആയിട്ടുള്ള എയർപ്ലെയിൻസിനെയും നമ്മൾ കൺട്രോൾ ചെയ്യുക, അത് കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്യുക. അത് മാത്രമല്ല, എയർപോർട്ട് ലീവ് ചെയ്യുന്ന എയറോപ്ലെയിൻസിലേക്കും പൈലറ്റുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ അവരുടെ സ്റ്റാർട്ട് പോയിന്റ് മുതൽ ഡെസ്റ്റിനേഷൻ വരെ അവരുടെ നാവിഗേഷന് ഹെൽപ്പ് ചെയ്യുക. ഇതാണ് ഒരു എയർ ട്രാഫിക് കൺട്രോളറുടെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പം ഈ ജോലിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡെഫിനറ്റ്ലി എയർ ട്രാഫിക് കൺട്രോളർ വരുന്നത് ഇന്ത്യയിൽ AAIയുടെ കീഴിലാണ്. സോ ഇപ്പോൾ മൊത്തത്തിലുള്ള എയർക്രാഫ്റ്റ് മൂവ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി ഉറപ്പാക്കുക എന്ന് പറയുന്നതാണ് ഒരു എയർ ട്രാഫിക് കൺട്രോളറുടെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ജോലി. സോ അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു എയർ ട്രാഫിക് കൺട്രോളറിന് വേണ്ട ഒരു ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൽ വേണ്ട ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് പ്രിസിഷനാണ്. ഡെഫിനറ്റ്ലി നമുക്ക് ഒരു എറർ വരാനുള്ള ഒരു എന്താ പറയുക, മിനിമം എറർ പോലും നമുക്ക് അവിടെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റില്ല അല്ലേ? സോ 0 എറർ വരുന്ന ഒരു പ്രൊഫഷനാണ് ATCയുടേത്. സോ അത്രയും പ്രിസിഷൻ ആയിരിക്കണം അല്ലെങ്കിൽ പ്രിസൈസ് ആയിരിക്കണം നിങ്ങൾ എടുക്കുന്ന ഡെസിഷൻസ് എല്ലാം തന്നെ. അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് റെസ്പോൺസിബിലിറ്റി ആൻഡ് കൺട്രോൾ. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഒരു എയർ ട്രാഫിക് കൺട്രോളറുടെ ജോലിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ജോലിയാണ്, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ജോലിയാണ്, നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ എന്താണ് നമ്മൾ ഇതിന് ഇത്ര ഹൈപ്പ് കൊടുക്കാൻ കാരണം? എന്താണ് ഇതിന് ഉള്ള ആ ഒരു ഇത്രയൊരു ഓളം എന്താണ് അല്ലേ ATCക്ക് ഉള്ളത്? സോ അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ATCയുടെ ജോലി വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം. സോ ഇവിടെ
മില്യൺസ് ഓഫ് ആൾക്കാരാണ് അല്ലേ ദിവസവും ഫ്ലൈറ്റ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ജീവൻ നിങ്ങളുടെ കയ്യിലാണ്. സോ ഡെഫിനറ്റ്ലി ഇതൊരു ക്രൂഷ്യൽ ജോലിയാണ്. 24/7 സർവൈലൻസ് ആവശ്യമുള്ളൊരു ജോലിയാണ് ATCയുടേത്. കാരണം എയർപോർട്ട് അടച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇന്ന് എന്നാൽ പബ്ലിക് ഹോളിഡേ ആണ്, എയർപോർട്ടിന് ലീവാണ്? ഇല്ല, ഡെഫിനറ്റ്ലി ഇല്ല അല്ലേ. സോ ഡെഫിനറ്റ്ലി 24/7 സർവൈലൻസ് ആവശ്യമുള്ള ഒരു ജോലിയാണ് ATCയുടേത്. അതുകൊണ്ട് തന്നെ പല ഷിഫ്റ്റുകളിലായിട്ടായിരിക്കും ജോലി നിങ്ങൾ ചെയ്യേണ്ടി വരിക. സോ കൊളിഷൻസ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഇപ്പം അതെ ഡെഫിനറ്റ്ലി കൊളിഷൻസ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അത് മാത്രമല്ല, ഒരു മിസ്റ്റേക്ക് പോലും ഇല്ലാതെ, അതായത് കംപ്ലീറ്റ്ലി സേഫ് ആയിട്ട് പാസഞ്ചേഴ്സിനെ അവരുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കാൻ പൈലറ്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക. സോ ഇതാണ് ഒരു ATCയുടെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ജോലിക്ക് അതെ ഇതൊരു ക്രൂഷ്യൽ ജോലിയാണ്, വളരെ പ്രസ്റ്റീജിയസ് ആണ്, ശരിയാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്താണ് കാര്യം എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും ഒന്നാമത്തെ കാര്യം, ഇതൊരു ഗവൺമെൻറ് ജോലിയാണ്. സോ ഗവൺമെൻറ് ജോലിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, ഇതൊരു സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ജോലിയുടെ എല്ലാവിധ ബെനിഫിറ്റ്സും ഈ ജോലിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തൊക്കെയാണ് അപ്പോൾ ഈ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ഡയറക്റ്റ്ലി സാലറി ലഭിക്കുന്നതായിരിക്കും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ബേസിക് പേ നിങ്ങൾക്ക് ലഭിക്കും, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഡിയർനെസ് അലവൻസ് ലഭിക്കും. ഇതൊക്കെ PSUസിൻ്റെ കീഴിലാണ്, ഈ എയർ ട്രാഫിക് അതോറിറ്റിയുടെ കീഴിൽ വരുന്ന ഈ ജോബ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിനുള്ള എക്സ്ട്രാ അലവൻസ് നിങ്ങൾക്ക് ലഭിക്കും. യൂണിഫോം അലവൻസ് ഉണ്ട്, ഓവർ ടൈം ഡ്യൂട്ടിയുടെ അലവൻസ് വേറെ, നൈറ്റ് ഷിഫ്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ അതിന് വേറെ, പബ്ലിക് ഹോളിഡേയ്സിൽ നിങ്ങൾ വർക്കിംഗ് ആണെങ്കിൽ അതിന് വേറെ അലവൻസ് എന്നിങ്ങനെ ഇവിടെ ഒരു ജസ്റ്റ് സ്റ്റാർട്ടിംഗ് സാലറി തന്നെ, നിങ്ങളുടെ ട്രെയിനിങ്ങിന് ശേഷം സ്റ്റാർട്ടിംഗ് സാലറി തന്നെ നിങ്ങൾക്ക് ഏകദേശം 80,000 to 90,000 ആണ് നിങ്ങളുടെ ഇൻഹാൻസ് സാലറി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ജോലിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വളരെ സമൂഹത്തിൽ ഒത്തിരി മാന്യത കിട്ടുന്ന, റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു ഗവൺമെൻറ് ജോബാണ്. അത് മാത്രമല്ല, ഡെഫിനറ്റ്ലി അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സും വരും. ഇനി നിങ്ങൾ വർക്ക് ചെയ്യുന്ന എൻവയോൺമെൻറ്റ് ഏറ്റവും ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക് എൻവയോൺമെൻറ്റിലായിരിക്കും. സോ അവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിസ്റ്റംസിലായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ടെക്നോളജിക്കലി ഒത്തിരി അപ്ഡേറ്റഡ് ആയിരിക്കും. സോ നിങ്ങളുടെ ആ വർക്കിംഗ് സാറ്റിസ്ഫാക്ഷൻ വളരെ ഹൈ ആയിരിക്കും ഇവിടെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ മേജറായിട്ടുള്ള എയർപോർട്ട്സിലായിരിക്കും. സോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ ആരെങ്കിലും ഒരു ചെറിയ ടൗണിൽ എയർപോർട്ട് കണ്ടിട്ടുണ്ടോ? സിറ്റീസിൽ മാത്രമാണ് എയർപോർട്ട് ഉള്ളൂ അല്ലേ. അപ്പം സിറ്റീസിൻ്റെ എപ്പോഴും വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള പ്ലേസസിലാണ് എയർപോർട്ട് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് നേരെ തിരിച്ചും പറയാം, എയർപോർട്ട്സ് വന്നതിന് ശേഷം ആ ഏരിയാസ് വളരെയധികം ഡെവലപ്മെൻറ്റ് കാഴ്ചവെക്കുന്നു അല്ലേ. സോ ഡെഫിനറ്റ്ലി വളരെ ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കും നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്നത്. സോ എയർപോർട്ടിലുള്ള എല്ലാ അമ്യൂണിറ്റീസും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ക്ലാസ് ഓഫ് ലിവിങ് ഒബ്വിയസ്ലി വളരെയധികം ഉയർന്നു നിൽക്കും. ഇനി അതുകൂടാതെ നെക്സ്റ്റ് ഇൻ്റലക്ച്വലി ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ജോബാണിത്. സോ ബേസിക്കലി ഇവിടെ ഫിസിക്കൽ ലേബർ അല്ല വേണ്ടത്, നിങ്ങളുടെ ബ്രെയിൻ ഉപയോഗിച്ച്, നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട്, ലോജിക് ഉപയോഗിച്ചിട്ടാണ് നിങ്ങളിവിടെ ഈ ജോലി ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപോലെ വരുന്ന, അല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ഈക്വലി എലിജിബിൾ ആയിട്ടുള്ള ഒരു ജോലിയാണ് ATCയുടെ ജോലി എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി ഹൈ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൽ കൂടെ ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹൈലി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോബാണെന്ന്. ഡെഫിനറ്റ്ലി യെസ്, സ്ട്രെസ്ഫുൾ ആണ്. സ്ട്രെസ്ഫുൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി എ ലൈ. സോ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലിയാണ്. പക്ഷേ അതിനെ നിങ്ങൾക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി അത് എല്ലാ കാര്യങ്ങളും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് സ്ട്രെസ് അലവൻസ് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ നിങ്ങളൊരു ആക്റ്റീവ് ചാനൽ ഡ്യൂട്ടി മേ ബി ഒരു 1.5 hour അല്ലെങ്കിൽ 2 hours ചെയ്തതിന് ശേഷം ഒരു 45 minutes വരെ നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം. സോ ഇത്രയും കാര്യം നിങ്ങൾ ആലോചിക്കുക. ഈ ഒരു ജോലി നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക, അതായത് നിങ്ങൾ മിസ്റ്റേക്സ് വരുത്താതെ നിങ്ങൾ ഫുൾ ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷനിൽ ചെയ്യുക എന്നുള്ളത് നിങ്ങളെക്കാളും ഉപരി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആവശ്യമാണ് അല്ലേ. കാരണം നിങ്ങൾ മേ ബി ടയേർഡ് ആയിട്ടോ, നിങ്ങൾ ഓവർ വർക്ക് ചെയ്തിട്ടോ, നിങ്ങൾ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ അത് മൂലം നിങ്ങൾ എടുക്കുന്ന ഒരു ഡിസിഷൻ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേരുടെ ജീവനാണ് അപകടത്തിൽ വരുന്നത്. സോ ദേ വിൽ മേക്ക് ഷുവർ ദാറ്റ് യു ആർ പ്രോപ്പർലി റെസ്റ്റഡ്. അപ്പോൾ ഇത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾക്ക് പ്രോപ്പർ റിലാക്സേഷൻസ് കിട്ടുന്നു, പ്രോപ്പറായിട്ടുള്ള റിഫ്രഷ്മെൻറ്റ്സ് കിട്ടുന്നു, പ്രോപ്പർ ബ്രേക്സ് കിട്ടുന്നു എന്നുള്ളതെല്ലാം തന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല.
ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ജോബിൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി നമ്മുടെ സാലറി എത്രയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ബേസിക് പേ ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്ന സാലറി. അതിൻ്റെ കൂടെ നിങ്ങളുടെ ഡിയർനെസ് അലവൻസ് കിട്ടും. ഇത് രണ്ടും നിങ്ങളുടെ ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ട്രെയിനിങ് പീരീഡിൽ ബാക്കി അലവൻസുകളൊന്നും വരുന്നില്ല. സോ അതിനുശേഷം നിങ്ങളുടെ ട്രെയിനിങ്ങിന് ശേഷം ആദ്യം ബേസിക് പേ ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് അതിൻ്റെ കൂടെ ഡിയർനെസ് അലവൻസ് ഉണ്ടാകും, സ്ട്രെസ് അലവൻസ് ഉണ്ടാകും. നിങ്ങളുടെ റേറ്റിംഗ് അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ബാക്കിയുള്ള അലവൻസുകളൊക്കെ വരുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഓവർ ടൈം ജോലി ചെയ്യുകയാണെങ്കിൽ അതിന് നൈറ്റ് ഡ്യൂട്ടിക്ക് വേറെ അലവൻസ് ഉണ്ടാകും, യൂണിഫോം അലവൻസ് എന്ന് പറഞ്ഞിട്ട് വേറെ ഉണ്ടാകും. ഇനി അതുകൂടാതെ മേ ബി നിങ്ങൾ ഒരു നാഷണൽ ഹോളിഡേക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് വേറെ അലവൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് അലവൻസുകളും പെർക്സ് ആൻഡ് ബെനിഫിറ്റ്സുമായിട്ട് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ നിങ്ങളുടെ സാലറി ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടും. സോ ഇവിടെ ATCയുടെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് 13 lakhs ആണ് CTC പറയുന്നത്. സോ ആനുവലി ഒരു 10 to 12 lakhs LPA ലാക്സ് പെർ ആനം നിങ്ങൾക്ക് ഈസിലി കയ്യിൽ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ട്രെയിനിങ്ങിന് ശേഷം നിങ്ങളുടെ ഇൻഹാൻസ് സാലറി ഒരു 80,000 മുകളിലേക്ക് എന്തായാലും പോകും. അപ്പോൾ ഇതാണ് നിങ്ങൾ മോണിറ്ററിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ജോലിയുടെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈലൈറ്റ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കരിയർ ഗ്രോത്ത് ആണ്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കരിയർ ഗ്രോത്ത് വരുന്നത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് JE എന്നാണ്, ATC JE എന്നാണ് ഈ പോസ്റ്റിൻ്റെ ഫുൾ ഫോം കേട്ടോ. സോ അപ്പോൾ നിങ്ങളൊരു ജൂനിയർ എക്സിക്യൂട്ടീവ് ആയിട്ട് ജോയിൻ ചെയ്യും. അതിനുശേഷം മാനേജർ ആകാം, ജനറൽ മാനേജർ ആകാം, നെക്സ്റ്റ് ED മെമ്പർ ആകാം. നെക്സ്റ്റ് ഇവിടെ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ പ്രൊമോഷൻസ് വരുന്നത് നിങ്ങളുടെ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടാണ്. ഇയർലി പ്രൊമോഷൻസ് അല്ലെങ്കിൽ ഇത്ര മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്ത് കഴിയുമ്പോഴുള്ള പ്രൊമോഷൻസ് ഉണ്ട്. അതുകൂടാതെ നിങ്ങളുടെ പെർഫോമൻസും റേറ്റിംഗും ഒക്കെ ബേസ്ഡ് ആയിട്ടാണ് നിങ്ങളുടെ കരിയർ ഗ്രോത്ത് ആക്ച്വലി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ജോലിനെ പറ്റി പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇനി അടുത്തത് എങ്ങനെ ആണ് നിങ്ങൾക്കും ഈ ജോലിയിലേക്ക് എത്താൻ പറ്റുക. അപ്പോൾ ഈ ജോലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഡിഗ്രി ഉള്ള ആർക്കും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. സോ ഡിഗ്രി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാത്സിലോ ഫിസിക്സിലോ നിങ്ങൾ ഡിഗ്രി ഉണ്ടായിരിക്കണം. വിച്ച് മീൻസ് നിങ്ങൾ പഠിച്ച സയൻസ് BSc ഡിഗ്രിയാണ് വേണ്ടത്. അതിൽ നിങ്ങൾ മാത്സും ഫിസിക്സും കമ്പൽസറി ആയിട്ടൊരു പേപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ BSc ഫിസിക്സ് ആണ് പഠിച്ചത് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മാത്സും ഫിസിക്സും ഉണ്ടാവും. ഇനി നിങ്ങൾ BSc കെമിസ്ട്രി പഠിച്ചു എന്ന് വിചാരിച്ചോ, അതിലും ഈ ഫിസിക്സും മാത്സും ഡെഫിനറ്റ്ലി നിങ്ങൾ ആ മൊത്തത്തെ ഡിഗ്രി കോഴ്സിൽ ഏതെങ്കിലും ഒരു സെമസ്റ്ററിൽ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എൻജിനീയറിംഗ് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഇവിടെ എൻജിനീയറിംഗ് കഴിയണം എന്നില്ലായിരുന്നു. അതായത് ഫൈനൽ ഇയറിലുള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. സോ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞ് ഇൻ്റർവ്യൂവിലേക്ക് പോകുമ്പോഴേക്കും നിങ്ങളുടെ സ്കോർ കാർഡ്, ഫൈനൽ ഡിഗ്രിയുടെ സ്കോർ കാർഡ് കാണിച്ചാൽ മതിയാകും. ഓക്കെ, ഇത്തരത്തിലുള്ള ഏതൊരു സ്റ്റുഡൻറ്റിനും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. ഇത്ര മിനിമം ഇത്ര പെർസെൻറ്റേജ് മാർക്സ് എന്നൊന്നുമില്ല. നിങ്ങൾ 11th ഒന്നെങ്കിൽ 12th അല്ലെങ്കിൽ 10th ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഇനി നമ്മളുടെ ഏജിൻ്റെ ഒരു ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 27 ഇയേഴ്സ്, അതായത് 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി ഈ ജോലിനെ പറ്റിയിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഗേറ്റിൻ്റെ സ്കോർ കാർഡ് വേണമെന്നുള്ളത്. ഇല്ല, അവർ അങ്ങനെ സ്പെസിഫൈ ചെയ്യാറില്ല. ചില കേസിൽ റിക്രൂട്ട്മെൻറ്റ് ഡയറക്റ്റ്ലി ഗേറ്റ് ത്രൂ നടക്കാറുണ്ട്. ഇതല്ല, അല്ലാതെ ഈ എക്സാം വഴി നടക്കുന്ന സമയത്ത് ഇവിടെ ഗേറ്റിൻ്റെ സ്കോർ കാർഡ് നിങ്ങൾക്ക് ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഒറ്റ ATCയുടെ ഓൺലൈൻ എക്സാം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓൺലൈൻ എക്സാമിന് ശേഷം ഒരു വോയിസ് ടെസ്റ്റും ഇൻ്റർവ്യൂവും, ഇത് രണ്ടും ഒരുമിച്ചാണ് നടക്കുക. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ് ഇൻ്റർവ്യൂ ഒന്നും അല്ല. ജസ്റ്റ് നിങ്ങൾ എന്താണ്, എവിടെ നിന്ന് വരുന്നു, നിങ്ങളെപ്പറ്റി അറിയാനുള്ള ആ ഒരു വോയിസ് ടെസ്റ്റിൻ്റെ കൂടെ തന്നെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു എക്സാമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഈ എക്സാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ എക്സാമിന് നോ നെഗറ്റീവ് മാർക്സ് ആണ്. ഒരു നെഗറ്റീവ് മാർക്സ് പോലും ഇല്ലാത്ത ഒരു എക്സാമിനേഷനാണ് ഇവിടെ ATC എക്സാമിൽ സാധാരണ വരുന്നത്. സോ 120 മാർക്സ് ആയിരിക്കും. അതിൽ 120 ചോദ്യങ്ങളും ഉണ്ടാകും. ഒരു ക്വസ്റ്റിന് 1 മാർക്ക് വീതമാണ് വെയിറ്റേജ് വരുന്നത്. അതിൽ നെഗറ്റീവ് മാർക്കിംഗ് 0 ആണ്. അപ്പോൾ ധൈര്യമായിട്ട് പോയി നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഇവിടെ വരുന്ന നമ്മുടെ ATC എക്സാം. ഓക്കെ, ഇനി അടുത്തത് വർക്ക് ലൈഫ് ബാലൻസ്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ATC എന്ന് പറയുന്ന ജോലിയുമായിട്ട് എപ്പോഴും അസോസിയേറ്റ് ചെയ്ത് കേൾക്കുന്ന ഒരു ടേമാണ് സ്ട്രെസ് അല്ലെങ്കിൽ
പ്രഷർ എന്നൊക്കെ അല്ലേ. സോ ബേസിക്കലി നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് പലതരത്തിലുള്ള ഷിഫ്റ്റുകളാണുള്ളത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് 4-day ഷിഫ്റ്റാണ്. അപ്പോൾ 4-day ഷിഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം മോർണിംഗ് ഡ്യൂട്ടി, സെക്കൻഡ് ദിവസം ആഫ്റ്റർനൂൺ, തേർഡ് ദിവസം നൈറ്റ് ഡ്യൂട്ടി, ഫോർത്ത് ഡേ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് റെസ്റ്റ്, ആ ഡേ നിങ്ങൾക്ക് ഓഫ് ആയിരിക്കും. ഇനി അതുപോലെ തന്നെ 5-day ഡ്യൂട്ടിയും വരുന്നുണ്ട്. അവിടെയും ഇതുപോലെ തന്നെ ഷിഫ്റ്റുകളായിട്ടാണ് നിങ്ങളെ അലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് രാവിലെ 7:30 ടു ഉച്ചയ്ക്ക് 1:30 ആണ്. അപ്പം ഈ ഒരു ജസ്റ്റ് 6 മണിക്കൂറാണ് നിങ്ങളുടെ ഡ്യൂട്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ രാവിലെ 7:30 പോയി 1:30 നിങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ പോവാം. ഇനി ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് എന്ന് പറയുന്നത് വീണ്ടും ഉച്ചയ്ക്ക് 1:30 തൊട്ട് വൈകിട്ട് 7:30 വരെയാണ്. അത് നിങ്ങളുടെ സെക്കൻഡ് ഷിഫ്റ്റാണ് അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ ഷിഫ്റ്റാണ്. ഇനി നൈറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് വീണ്ടും 7:30 PM ടു 7:30 AM ആണ്. അപ്പോൾ അത് 12 hours ആണ്. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ രാത്രി മുഴുവൻ ഉറക്കം ഒളിച്ചിട്ട് ജോലി ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഡെഫിനറ്റ്ലി നോ. അവിടെ വീണ്ടും നിങ്ങൾക്ക് 6 മണിക്കൂറേ ജോലി ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഇടയ്ക്കുള്ള ബാക്കി ടൈം നിങ്ങൾക്ക് റെസ്റ്റ് തന്നെയായിരിക്കും. മേ ബി നിങ്ങളൊരു 4 hours റെസ്റ്റ് ചെയ്തിട്ട് മേ ബി ഒരു 3 hours അല്ലെങ്കിൽ 2 hours നിങ്ങൾ ജോലി ചെയ്യാം. അപ്പോൾ ഇവിടെ നൈറ്റ് ഷിഫ്റ്റിൽ കൂടുതൽ നമ്പർ ഓഫ് ആൾക്കാരുണ്ടാകും. അപ്പോൾ അവർ വീണ്ടും റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നൈറ്റ് ഷിഫ്റ്റിലെ ജോലി അവർ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 ഷിഫ്റ്റുകളുണ്ട്. ഇനി അതുകൂടാതെ നിങ്ങൾക്ക് ഒരു ജനറൽ ഷിഫ്റ്റും കൂടി അവൈലബിൾ ആണ്. അപ്പോൾ ഈ ജനറൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത് മോർണിംഗ് ടു ഈവനിങ്, അതായത് മേ ബി ഒരു 9 o'clock ടു 5 o'clock വരെ നിങ്ങൾക്ക് ജോലി ചെയ്ത് മൺഡേ ടു ഫ്രൈഡേ ജോലി ചെയ്ത് സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് ഓഫ് എടുക്കാം. സോ അതും ഇവിടെ പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഷിഫ്റ്റുകളിലൂടെയാണ് നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക. അപ്പോൾ പിന്നെ നിങ്ങൾ ടയേർഡായി പോവോ ഓവർവർക്ക്ഡ് ആയി പോവോ എന്നോർത്ത് നിങ്ങൾ പേടിക്കേണ്ട. സോ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പെർഫെക്റ്റ് ഹെൽത്തിലിരിക്കുക എന്നുള്ളത് നിങ്ങളെക്കാൾ കൂടുതൽ AAIയുടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആവശ്യമാണ്. അതുകൊണ്ട് ദേ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഓക്കെ, ഇനി അടുത്തത് വീണ്ടും സ്ട്രെസ്സിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ സാധാരണ ഏത് ജോലിയാണെങ്കിലും നിങ്ങൾ ജോലി ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനമുണ്ടോ? ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കോൾസ് വരും. ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തില്ലേ, ഈ ഡേറ്റ എവിടെയെന്നൊക്കെ ചോദിച്ച് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് കോൾസ് ഉണ്ടാകും. എന്നാൽ ഇവിടെ അത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും ഇല്ല എന്നുള്ളത് ഈ ജോലിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലസ് പോയിൻ്റ് ആണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് എയർപ്ലെയിൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ ഇതൊരു വർക്ക് ഫ്രം ഹോം ജോബ് അല്ല. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഫിസിക്കലി ആ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആ ഒരു ATC ടവറിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഫുള്ളി ഫ്രീ ആണ്. സോ നിങ്ങൾക്ക് അങ്ങനെ യാതൊരു ടെൻഷൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഷിഫ്റ്റുകളുടെ ഇടയിലുള്ള ടൈം ഓഫ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോൾ ഈ 6 hours ജോലി ചെയ്യുമ്പോഴും മേ ബി നിങ്ങൾ മോർണിംഗ് 7:30 AM ടു 1:30 PM ആണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. അപ്പോൾ ഈ 6 മണിക്കൂർ നിങ്ങൾ അവിടെ ഇരുന്ന് ജോലി ചെയ്യല്ല. എവറി 2 hours അല്ലെങ്കിൽ 1.5 hours to 2 hours ഇടയ്ക്ക് നിങ്ങൾക്കൊരു 30 minutes to 45 minutes ബ്രേക്ക് കിട്ടും. അതിനുശേഷമാണ് നിങ്ങൾ വീണ്ടും വരുന്നത്. ഓക്കെ, അപ്പോൾ കാരണം അത്രയും ബ്രെയിൻ പവർ റിക്വയർമെൻറ്റ് ഉള്ളൊരു ജോലിയാണിത്. അപ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ ആൻഡ് ഫോക്കസ് അത്രമാത്രം റിക്വയർഡ് ആയിട്ടുള്ളൊരു ജോലിയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ജോലി നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾ ടയേർഡ് ആകും അല്ലേ, ഭയങ്കര സ്ട്രെസ്ഡ് ആവും എന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ഒത്തിരി തളർന്നു പോകും. സോ ഡെഫിനറ്റ്ലി അത് ഒന്ന് റിഫ്രഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ അടുത്ത ഷിഫ്റ്റിലേക്ക് നിങ്ങൾ കയറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കും. ഇനി അടുത്തത്, ഇവിടെ ഈ ജോലിക്ക് വന്നാൽ ഫാമിലി ടൈം കിട്ടില്ല, പേഴ്സണൽ ടൈം കിട്ടില്ല, അങ്ങനെയൊന്നുമില്ല. മേ ബി ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ഒരു നാഷണൽ ഹോളിഡേക്ക് ഇപ്പം ദിവാലിക്ക് നിങ്ങൾ ഈ വർഷം ലീവ് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പം മേ ബി അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന മറ്റൊരു നാഷണൽ ഹോളിഡേക്ക് നിങ്ങളുടെ കൊളീഗിനായിരിക്കും ലീവ് കിട്ടുക. ഓക്കെ, സോ ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുന്ന ജോലിയാണ്. ബിക്കോസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എയർപോർട്ട്സ് നമുക്ക് അടച്ചിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഷിഫ്റ്റിലായിരിക്കും ജോലികൾ വരുന്നത്. പക്ഷേ നമുക്ക് ഒരുപാട് പേഴ്സണൽ ടൈമും കിട്ടും. സോ ഇതിൽ തന്നെ നമുക്ക് ജിം ഫെസിലിറ്റി ഉണ്ട്, പിന്നെ മെസ് ഫെസിലിറ്റി ഉണ്ട്, പിന്നെ റിഫ്രഷ്മെൻറ്റ് ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഇതിൽ എല്ലാം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു റിഫ്രഷ്മെൻറ്റിനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും അവിടെ നിന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ കൃത്യമായി ഇത്ര അവേഴ്സ് ഓഫ് ഡ്യൂട്ടിയാണ്, അല്ലാതെ നമുക്ക് വേഗമായിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ഒന്നും അല്ല. പ്രീ റിട്ടൺ ആയിട്ടുള്ള ആ ഒരു ഫിക്സ്ഡ് ഷെഡ്യൂളിലാണ് നിങ്ങളുടെ ജോലി. സോ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ പേഴ്സണൽ ടൈം നിങ്ങൾക്ക് ഒരുപാട് ലഭിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ATCയുടെ ഫ്യൂച്ചർ ഇന്ത്യയിൽ എന്താണ്. നമുക്ക് ആദ്യമൊന്നും ഈ ഒരു എക്സാമിനെ പറ്റി തന്നെ അധികം അറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പം നമുക്ക് ഏകദേശം ഒക്കെ അറിയാം അല്ലേ, ഇങ്ങനെ ഒരു എക്സാം ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ആലോചിക്കുക, ഇവിടെ
ഇന്ത്യയുടെ ഏവിയേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ബൂമിംഗ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. സോ ഡെഫിനറ്റ്ലി നമ്മളിപ്പം സാധാരണ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം, പണ്ട് നമ്മൾ കാണുന്നതിനേക്കാളും കൂടുതൽ ഒത്തിരി ആൾക്കാർ ഇപ്പം എയർപ്ലെയിൻസിലൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. ആൾക്കാർ അത് കുറച്ചും കൂടി അവരുടെ ഒരു ഫേവറേറ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടായിട്ട് നമ്മുടെ നോർമൽ കോമൺ സിറ്റിസൻസ് വരെ ഇപ്പം യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ഏവിയേഷൻ ഇൻഡസ്ട്രി ഒരു എവർ ബ്ലൂമിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. സോ ഇതുകൊണ്ട് തന്നെ ഇത് എക്സ്പാൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പുതിയ എയർപോർട്ട്സ് വരണം, പുതിയ എയർപ്ലെയിൻസ് വരണം, പുതിയ പൈലറ്റ്സ് വരണം, അതുപോലെ തന്നെ പുതിയ ETCസും വരണം. സോ ഇതിൻ്റെ വേക്കൻസീസ് ഇനി കൂടുകയുള്ളൂ, ഒരിക്കലും കുറഞ്ഞു വരില്ല. ഓക്കെ, ഇനി വീണ്ടും നമ്മുടെ AI ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് ഇന്നോവേഷൻസ് ഇപ്പം ഈ ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ അതിനെപ്പറ്റി ഒരു പക്ഷേ കേട്ടിട്ടും ഉണ്ടായിരിക്കും. പക്ഷേ എപ്പോഴും നമുക്കൊരു AIനെ മാത്രം ട്രസ്റ്റ് ചെയ്തിട്ട് എയർപ്ലെയിൻസിനെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് സീരിയസ്ലി ഡൗട്ട്ഫുൾ. നമുക്കത് കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യാൻ അത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ആയോ നമ്മുടെ ടെക്നോളജി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു സീറോ എറർ വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഈ ATCയുടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സോ അപ്പോൾ അത്രയും ഒരു ലെവൽ ഓഫ് പെർഫെക്ഷനിലേക്ക് AI എത്തണമെന്നുണ്ടെങ്കിൽ മേ ബി കുറച്ചും കൂടെ ഇന്നോവേഷൻസ് അവിടെ ആവശ്യമാണ്. സോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി ഇതിൻ്റെ സ്കോപ്പ് ഇനിയും കൂടും. അപ്പോൾ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എത്രമാത്രം ഈ ഒരു ജോലി ഒരു അടിപൊളി ജോലിയാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും നിങ്ങളിതിന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. അപ്പോൾ ഇനി അതിൻ്റെ കാര്യം കൂടി ജസ്റ്റ് പറയാം. എങ്ങനെയാണ് നിങ്ങളുടെ ATCയുടെ ജേർണി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക? സോ ATC എക്സാം എന്ന് പറയുന്നത് ആനുവലി നടക്കുന്ന ഒരു എക്സാമിനേഷനാണ്. എല്ലാ വർഷവും നടക്കും. ഈ വർഷത്തെ എക്സാമിനേഷൻ ഇപ്പോൾ ജൂലൈ 2025 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ ഒരു 3 months കൊണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സാധാരണ ഇയർ എൻഡ് ഒക്കെ ആകുമ്പോഴേക്കും, അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ ആ സമയത്താണ് നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നത്. ഈ വർഷവും അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വരും എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ATCൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1.5-2 മാസത്തിനുള്ളിൽ എക്സാം നടക്കും. അപ്പോൾ നിങ്ങൾ അന്നേരം തൊട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കയ്യിൽ നിന്ന് പോവും. നിങ്ങൾക്ക് ചിലപ്പോൾ പ്രിപ്പറേഷൻ അത്ര എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇത്രയും നിങ്ങൾ ആലോചിക്കുക, എല്ലാ വർഷവും നടക്കുന്ന ഒരു എക്സാമിനേഷനാണിത്. ഈ വർഷവും നടന്നു, ഇനി അടുത്ത വർഷവും നടക്കും. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, നോട്ടിഫിക്കേഷൻ വന്നിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഓർത്താരും കാത്തിരിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇനി ഇതിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എന്താണ് ഈ എക്സാമിൻ്റെ സിലബസ്, ഇതെല്ലാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇനി അതല്ല, നമുക്ക് എവിടെ നിന്ന് പഠിക്കും, മെറ്റീരിയൽസ് എവിടെ നിന്ന് കിട്ടും, ഇത് പഠിപ്പിക്കാൻ ആളുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പേടിക്കേണ്ട. അതിലെല്ലാം നമ്മുടെ ടീം എൻട്രി ഇവിടെ റെഡിയാണ്. നമുക്ക് ഇഷ്ടം പോലെ കോഴ്സുകൾ ATC എക്സാമിന് വേണ്ടിയിട്ടുണ്ട്. ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സസും ഫ്രീ ആക്സസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ലൈവ് ക്ലാസ്സസ് വീക്ക്ലി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകും. സോ ഇവിടെ റെക്കോർഡഡ് ക്ലാസ്സസിലും എൻ്റെ ക്ലാസ്സസ് ഉണ്ട്, ലൈവ് ക്ലാസ്സസിലും ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എൻ്റെ സബ്ജക്ട്സ് ഒക്കെ. ഇനി അതുകൂടാതെ നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ട് കൂടെ ഉണ്ടാകും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നിങ്ങളുടെ മെൻറ്റേഴ്സുമായിട്ട് ഷെയർ ചെയ്യാം. അവർ അപ്പം തന്നെ നിങ്ങൾക്ക് ആൻസർ തരും. നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്, അതിൽ നിങ്ങൾ ആഡഡ് ആയിരിക്കും. വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ മെമ്പേഴ്സ് ആയിരിക്കും. ഇനി അതല്ല, ഇങ്ങനെ ഒരു കാര്യം ഈ മാമിനോട് തന്നെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. അപ്പം തന്നെ ആ മാമിൻ്റെ അല്ലെങ്കിൽ സാറിൻ്റെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മുടെ കോഴ്സ് സംബന്ധമായിട്ടുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. മോക്ക് ടെസ്റ്റുകളും ക്വിസസും ഒക്കെ എൻട്രി ആപ്പിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ ആൻഡ് ക്വിസുകൾ എല്ലാം തന്നെ AI അസിസ്റ്റഡ് ആണ്. അപ്പോൾ ഓരോ സെക്കൻഡും നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസിന് സ്പെൻഡ് ചെയ്യുന്നു എന്നതിൻ്റെ ഒരു ക്ലിയർ പിക്ചറാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. സോ ഇത്രയും ടെക്നോളജിക്കലി സപ്പോർട്ടീവായി, ഇത്രയും ഗൈഡൻസോടുകൂടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരൊറ്റ നമ്പറിൽ നിങ്ങൾക്ക് നമ്മൾ കണക്ട് ചെയ്യാം. ഇനി അതല്ല, ഈ എക്സാമിനെ പറ്റി കൂടുതൽ അറിയണം, നിങ്ങൾക്ക് ഇന്ന ടോപ്പിക്സിൽ കുറച്ച് വീഡിയോസ് വേണം എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് കോമൻസ് നമ്മൾ എഴുതി അറിയിക്കൂ. ആൻഡ് ഓൾസോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ക്വയറീസ് ഉണ്ട്, അതായത് ഞാനിപ്പം ഈ ഡിഗ്രിയിലാണ്, ഈ വർഷം ജനിച്ച ആളാണ്, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ഗൂഗിൾ ഫോം തന്നിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയും നിങ്ങൾക്ക് നമ്മൾ എഴുതി അറിയിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഞാൻ ഡിസ്കസ് ചെയ്തതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, കോമൻസിലൂടെ നമ്മൾ എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.